everyone, welcome to Disha Academy. എൻ്റെ പേര് ഐശ്വര്യ എന്നാണ്. നമ്മുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ അല്ലെങ്കിൽ SSC നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമുകളിൽ ഒന്നായിട്ടുള്ള CHSL എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആപ്ലിക്കേഷൻ ലൈവ് ആണ് ഇക്കഴിഞ്ഞ 23-ാം തീയതി, അതായത് ഇന്നലെ മുതൽ. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും പെട്ടെന്ന് തന്നെ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാനായിട്ട് പറ്റും. അപ്പോൾ അപ്ലൈ ചെയ്യാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത്, അതുപോലെ തന്നെ ഇപ്രാവശ്യമല്ലേ കഴിഞ്ഞ വർഷം മുതൽ തന്നെ എക്സാംസിന് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ലൈവായിട്ട് ഫോട്ടോയും അതുപോലെ തന്നെ സിഗ്നേച്ചറും അപ്ലോഡ് ആണ് ചെയ്യേണ്ടത്. അതിൻ്റെ പ്രൊസീജിയർ എന്താണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ CHSL എക്സാം ഇതുവരെ അറിയാത്തവരാണെങ്കിൽ ഓർത്തോളുക, SSC നടത്തുന്ന +2 ലെവൽ ഉള്ള ഒരു എക്സാമാണ് CHSL എന്ന് പറയുന്നത്. +2 ലെവൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മിനിമം ക്വാളിഫിക്കേഷൻ +2 ആയിരിക്കണം. മാക്സിമം ക്വാളിഫിക്കേഷൻ എന്തായാലും പ്രശ്നമില്ല. മിനിമം +2 ഉള്ള എല്ലാവർക്കും ഈ പരീക്ഷ എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് എക്സാമിന് അപ്ലൈ ചെയ്യേണ്ടത്, അതിൻ്റെ പ്രോസസ്സ് എന്താണെന്നാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. സോ ഫസ്റ്റ് തന്നെ നിങ്ങൾ ഓർക്കുക, നമ്മുടെ SSCയുടെ മെയിൻ വെബ്സൈറ്റ് എന്ന് പറയുന്നത് ssc.gov.in അല്ലേ. നിങ്ങൾ ssc.gov.in എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ക്രോമിൽ കയറിയിട്ട്. അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു വിൻഡോ ഓപ്പൺ ആയി കിട്ടും. അതിനകത്ത് ഫസ്റ്റ് കാണുന്ന ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത് കേട്ടോ. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ SSCയുടെ ഹോം പേജിലേക്ക് എത്തും. ഇതാണ് നിങ്ങളുടെ ഹോം പേജ്, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ ഹോം പേജ് ഇതാണ്. ഓക്കെ, അപ്പോൾ ഈ ഹോം പേജിൽ നിന്ന് നിങ്ങൾക്ക് ഇവിടെ ക്വിക്ക് ലിങ്ക്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. കണ്ടോ, ക്വിക്ക് ലിങ്ക്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. ഈ ക്വിക്ക് ലിങ്ക്സിൽ അപ്ലൈ എന്ന് പറയുന്ന ഓപ്ഷൻ വഴിയാണ് നിങ്ങൾ ആപ്ലിക്കേഷൻസ് എല്ലാം തന്നെ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇനി ഏറ്റവും ആദ്യമായിട്ട് ഇതുവരെയും SSCക്ക് അപ്ലൈ ചെയ്യാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ 1 ടൈം രജിസ്ട്രേഷൻ അല്ലെങ്കിൽ OTR നടത്തണം. ഓക്കെ, 1 ടൈം രജിസ്ട്രേഷൻ നടത്തണം. അതിൻ്റെ പ്രൊസീജിയർ മറ്റൊന്നുമല്ല, നിങ്ങൾ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ssc.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്ക് കയറുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മുകളിൽ കണ്ടോ ലോഗിൻ ഓർ രജിസ്റ്റർ എന്നാണ് കാണുന്നത്. അപ്പോൾ ഓൾറെഡി നിങ്ങൾ ഒരു SSCയുടെ അക്കൗണ്ട് ഉള്ള അല്ലെങ്കിൽ നേരത്തെ ഏതെങ്കിലും പരീക്ഷ എഴുതിയിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. പക്ഷേ നിങ്ങൾ ഇതുവരെയും SSCക്ക് അപ്ലൈ ചെയ്തിട്ടില്ല, ഏറ്റവും ആദ്യമായിട്ട് SSCക്ക് അപ്ലൈ ചെയ്യാൻ പോകുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ലോഗിന് പകരം ചെയ്യേണ്ടത് രജിസ്റ്റർ ആണ്. അപ്പോൾ ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ്, അതായത് നിങ്ങളുടെ പേര്, അച്ഛൻ്റെ അമ്മയുടെയും പേര്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, പാസ് ഔട്ടായ ഇയർ, നിങ്ങളുടെ അഡ്രസ്സ്, ആധാറിൻ്റെ നമ്പർ, ഇങ്ങനെയുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ട് തന്നെ നിങ്ങൾക്ക് ഈ 1 ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അത് ഇതുവരെയും അപ്ലൈ ചെയ്ത പുതിയതായിട്ട് SSCക്ക് അപ്ലൈ ചെയ്യുന്നവരാണ് അങ്ങനെ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ssc.gov.in എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുക. ഈ ഹോം പേജിലേക്ക് വരിക, അവിടെ ലോഗിൻ ഓർ രജിസ്റ്ററിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് രജിസ്റ്റർ ഓപ്ഷൻ കൊടുക്കുക. രജിസ്റ്റർ കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ കൊടുക്കേണ്ടി വരും. നിങ്ങളുടെ അഡ്രസ്സ് കൊടുക്കേണ്ടി വരും, അച്ഛൻ്റെ അമ്മയുടെയും പേര്, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, അതുപോലെ തന്നെ നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ ഡീറ്റെയിൽസ് തുടങ്ങിയ കാര്യങ്ങൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ അത്രയും കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യാം. അതിനുശേഷം വീണ്ടും അപ്പോൾ നിങ്ങൾക്കൊരു രജിസ്റ്റർ നമ്പറും പാസ്വേഡും കിട്ടും. അതിനുശേഷം വീണ്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, രണ്ടാമത് ssc.gov.in എന്ന് ടൈപ്പ് ചെയ്ത് ssc.gov.in എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഈ വെബ്സൈറ്റിലേക്ക് കയറി ഹോം പേജിലേക്ക് വന്നിട്ട് ഇനി നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. ഇനി നമ്മൾ പറയുന്നത് നിങ്ങളുടെ 1 ടൈം രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട പ്രൊസീജിയറാണ്. അപ്പോൾ ക്വിക്ക് ലിങ്ക്സിൻ്റെ അവിടെ തന്നെ നിങ്ങൾക്ക് അപ്ലൈ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും. അപ്പോൾ ഈ അപ്ലൈ എന്ന് പറയുന്ന ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഈ അപ്ലൈ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്താണ് നമ്മൾ അടുത്ത രജിസ്ട്രേഷൻ പ്രോസസ്സിലേക്ക് പോകുന്നത്. ഇനി അതിന് മുന്നേ നിങ്ങൾക്ക് ഇതിൻ്റെ ഏജ് ലിമിറ്റ്, മറ്റുള്ള ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ്, പോസ്റ്റ്, വേക്കൻസി ഒക്കെ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇവിടെ തന്നെ CHSLൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ജൂൺ 23-നാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ഏറ്റവും മുകളിൽ തന്നെ നോട്ടീസ് ഓഫ് കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ അല്ലെങ്കിൽ CHSL എന്ന് പറഞ്ഞ് കാണുന്നുണ്ട്. ഈ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എടുത്തിട്ട് വായിച്ച് അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാവുന്നതാണ്. അതല്ലെങ്കിൽ തന്നെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എടുത്തതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. അതിനുശേഷം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്ലൈയിൽ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ അപ്ലൈ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത് പോകുന്നത് ഇങ്ങനത്തെ ഒരു പേജിലേക്കാണ്. അപ്പോൾ ഈ പേജിൽ നിങ്ങൾ നിങ്ങളുടെ യൂസർ നമ്പർ നെയിം അല്ലെങ്കിൽ രജിസ്ട്രേഷൻ നമ്പറാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് രജിസ്ട്രേഷൻ നമ്പറാണ് കൊടുക്കേണ്ടത്. നിങ്ങൾ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ഇമെയിൽ ID-യിലേക്ക് 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ മൊബൈൽ നമ്പറും ഇമെയിൽ ID-യും കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആക്റ്റീവായിട്ടുള്ള ഇമെയിൽ ID-യിലേക്ക്
നിങ്ങൾക്കൊരു മെയിൽ കിട്ടിയിട്ടുണ്ടാവും. ആ മെയിലിനകത്ത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഉണ്ടാവും. അപ്പോൾ ഈ രജിസ്ട്രേഷൻ നമ്പർ നിങ്ങൾക്ക് കൊടുക്കാം. ആ മെയിൽ ഐ ഡിയിൽ തന്നെ ഒരു പാസ്വേഡും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് പാസ്വേഡ് നിങ്ങളുടെ ഇഷ്ടത്തിന് റീസെറ്റും ചെയ്യാവുന്നതാണ് കേട്ടോ. അതിലുള്ള പാസ്വേഡ് ഉപയോഗിക്കാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് പാസ്വേഡ് റീസെറ്റ് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പാസ്വേഡ് കൊടുക്കാം. ഇനി ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ മറന്നു പോയിട്ടുണ്ടെങ്കിലും നേരത്തെ ഏതെങ്കിലും SSC എക്സാമുകൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഹോൾ ടിക്കറ്റ് ഒക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ കാണും. ഇനി അതല്ല, നമ്മൾ നിങ്ങളുടെ മെയിലിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. portal.ssc എന്ന് പറയുന്ന portal.ssc എന്ന് പറയുന്ന ഒരു മെയിലിൽ നിന്ന് നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ ഇപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെയാണ് ചെയ്തതെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നമ്പർ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങളുടെ മെയിലിൻ്റെ ഇൻബോക്സ് ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നമ്പർ എടുക്കാം. അപ്പോൾ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കുക, നിങ്ങളുടെ പാസ്വേഡ് കൊടുക്കുക. പാസ്വേഡ് അഥവാ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോർവേഡ് പാസ്വേഡ് കൊടുത്തിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുത്ത് കയറാവുന്നതാണ്. ഓക്കെ, അത് കഴിഞ്ഞ് ഇവിടെ ക്യാപ്ച ഉണ്ടാവും. ഈ ഈ സാധനം ഇവിടെയുള്ള നമ്പേഴ്സ് നിങ്ങൾ ഇങ്ങോട്ടേക്ക് മാറ്റി ടൈപ്പ് ചെയ്യുക, എന്നിട്ട് ലോഗിൻ ചെയ്യുക. ഓക്കെ, ഇനി നിങ്ങൾ ഫസ്റ്റ് ടൈം യൂസർ ആണെന്നുണ്ടെങ്കിൽ, ഇത് ഓൾറെഡി ഉള്ള ഒരാളാണ്, നിങ്ങൾ ഫസ്റ്റ് ടൈം യൂസർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയുള്ള ലോഗിൻ അല്ലെങ്കിൽ രജിസ്റ്ററിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതേ പേജ് തന്നെയായിരിക്കും വരുന്നത്. അപ്പോൾ ഈ പേജിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ താഴെയുള്ള രജിസ്റ്റർ നൗ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ വൺ ടൈം രജിസ്ട്രേഷൻ പ്രോസസ്സ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലിയർ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യാം. ക്യാപ്ച കൊടുത്ത് ലോഗിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എത്തുന്നത് ഇങ്ങനെയുള്ള ഒരു പേജിലേക്കായിരിക്കും. അപ്പോൾ ഈ പേജിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഇങ്ങനെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞ ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ പറ്റും. നിങ്ങൾ ജസ്റ്റ് ഇത് ഞാൻ ടൈപ്പ് ചെയ്തതാണ് കേട്ടോ, സ്ക്രോൾ ഡൗൺ എന്നുള്ളത്. നിങ്ങൾ സ്ക്രോൾ ചെയ്ത് താഴേക്ക് പോവുക. താഴേക്ക് പോകുന്ന സമയത്ത് ഇപ്പോൾ ആക്റ്റീവ് ആയിട്ടുള്ള SSCയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് താഴേക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ CHSLൻ്റെ നോട്ടിഫിക്കേഷൻ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ CGLൻ്റെയും ആപ്ലിക്കേഷൻ ഇപ്പോൾ ലൈവാണ്. CGL എഴുതണമെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രിയുടെ ആവശ്യമുണ്ട് കേട്ടോ. ഡിഗ്രി ഉള്ളവർക്കാണ് CGL എഴുതാൻ പറ്റുക. മിനിമം ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ്. CHSL ആണെങ്കിൽ മിനിമം ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് +2 ആണ്. അപ്പോൾ CHSLൻ്റെ നോട്ടിഫിക്കേഷൻ ഇവിടെ വന്ന് കിടപ്പുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ഡേറ്റ് ഉണ്ട് 23, ഇന്നലെയാണ് തുടങ്ങിയിട്ടുള്ളത്. എന്ന് വരെ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത മാസം 18 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അടുത്ത മാസം 18 വരെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓൺലൈൻ ഫീ പേയ്മെൻറ്റിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് അടുത്ത മാസം 11-ാം തീയതിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ താഴെ അപ്ലൈ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. ഈ CHSL എന്ന് എഴുതിയിരിക്കുന്നത് കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ നേരെ താഴെ അപ്ലൈ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. നിങ്ങൾ ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എത്താൻ പോകുന്നത് ഇങ്ങനത്തെ ഒരു പേജിലേക്കാണ്. അപ്പോൾ ഇവിടെ എക്സാമിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ബാക്കി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ആദ്യം പറയുന്നത് തന്നെ റീഡ് ദ നോട്ടീസ് ഓഫ് എക്സാമിനേഷൻ കെയർഫുള്ളി. നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്മൾ ആദ്യം കാണിച്ച PDF ഉണ്ടല്ലോ, ആ നോട്ടിഫിക്കേഷൻ വായിക്കാമെന്നാണ്. രണ്ടാമത്തെ കാര്യം, പ്ലീസ് ബി കെയർഫുൾ ആൻഡ് പ്രൊവൈഡ് കറക്റ്റ് ഡീറ്റെയിൽസ് ഇൻ ദ ആപ്ലിക്കേഷൻ ഫോം. ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ഡീറ്റെയിൽസ് തന്നെ അതിന് ഫില്ല് ചെയ്യാനായിട്ട് നോക്കുക. അല്ലാത്ത പക്ഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, പിന്നെ റിജക്റ്റ് ആയതിനു ശേഷം നമുക്ക് ആരുടെ അടുത്തും പോയി കരഞ്ഞു കാണിക്കുകയോ കൈകാലം പിടിക്കുകയോ സോറി പറയുകയോ ഒന്നും ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ച് അപ്ലൈ ചെയ്യാവുന്ന ഒറ്റ കാര്യം മാത്രമേ നമുക്ക് മനസ്സിൽ വെക്കാനായിട്ട് പറ്റും. അടുത്ത്, for applying, the candidate is not required to have a pre-existing photograph of himself or herself. ആപ്ലിക്കേഷൻ്റെ സമയത്ത് നമ്മൾ വേറെ ഫോട്ടോഗ്രാഫ് ഒന്നും കയ്യിൽ കരുതേണ്ട ആവശ്യമില്ല. The application module has been designed to capture a photograph of the candidate filling up the application form. For this purpose, the candidate has to stand or sit before the camera when prompt by the application module and follow the instruction. അപ്പോൾ പറയുന്നത് നിങ്ങൾ നേരത്തെ നമ്മൾ സാധാരണ എക്സാംസിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് സ്റ്റുഡിയോയിലൊക്കെ പോയിട്ട് നല്ലൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുത്ത് വെക്കാറുണ്ട്. SSC എക്സാംസിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് അങ്ങനെ ഫോട്ടോസ് എടുത്ത് വെക്കേണ്ട ആവശ്യമില്ല. ആപ്ലിക്കേഷൻ പ്രോസസ്സിനിടയ്ക്ക് തന്നെ നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള ഒരു പ്രോംപ്റ്റ് വരും. നമ്മളത് ഫോളോ ചെയ്തിട്ട് നമ്മൾ ഫോട്ടോ നമ്മുടെ ഫോണിലോ ലാപ്ടോപ്പിലോ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്താൽ മതി. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് ലൈവ് ഫോട്ടോ എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് നമുക്ക് ഇത് പ്രൊസീഡ് ചെയ്യുന്ന സമയത്ത് പറയാം. ഓക്കെ, എന്തായാലും നിങ്ങളുടെ കയ്യിൽ ഫോട്ടോഗ്രാഫ്
എഴുതേണ്ട ആവശ്യമില്ല. ദ ഫോട്ടോഗ്രാഫ് ക്യാൻ ബി ക്യാപ്ചർഡ് യൂസിങ് വെബ് ക്യാം ഓഫ് സ്മാർട്ട് ഫോൺ. നിങ്ങളുടെ ലാപ്ടോപ്പിൻ്റെ വെബ് ക്യാം കൊണ്ടോ നിങ്ങളുടെ സ്മാർട്ട് ഫോണിലെ ക്യാമറ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫ് എടുക്കാനായിട്ട് പറ്റും. The candidate should have a scanned copy of his or her signature in JPEG format. അപ്പോൾ JPEG ഫോർമാറ്റിൽ നമ്മളൊരു സിഗ്നേച്ചർ നമ്മൾ സ്കാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം. അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 10-നും 20-നും, ഈ 10 KB-ക്കും 20 KB-ക്കും ഇടയിലായിരിക്കണം. ഇമേജ് ഡയമെൻഷൻ ഓഫ് ദ സിഗ്നേച്ചർ ഷുഡ് ബി അബൌട്ട് 6 cm width and 2 cm height. അപ്പോൾ ഈ ഇമേജ് ഡയമെൻഷൻ എന്ന് പറയുന്നത്, നമ്മുടെ സിഗ്നേച്ചറിൻ്റെ ഇമേജ് ഡയമെൻഷൻ എന്ന് പറയുന്നത് 6 cm വിഡ്ത്തും 2 cm ഹൈറ്റും ഉള്ളതായിരിക്കണം. ആപ്ലിക്കേഷൻസ് വിത്ത് ബ്ലർഡ് ഓർ മിനിയേച്ചർ സിഗ്നേച്ചർ വിൽ ബി റിജക്റ്റഡ്. അപ്പോൾ ബ്ലർഡ് ആയിട്ടുള്ള ക്ലിയർ അല്ലാത്ത സിഗ്നേച്ചറോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു വലിയ പേപ്പർ എടുത്തിട്ട് അതിന് മൂലയ്ക്ക് ഒരു സിഗ്നേച്ചർ ഇട്ട് വെക്കുക, അങ്ങനെയൊക്കെ ഉള്ള സിഗ്നേച്ചറുകളാണെന്നുണ്ടെങ്കിൽ അത് റിജക്റ്റ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ പോയാൽ തന്നെ ഡോക്യുമെൻറ്റ് സ്കാനേഴ്സ് പോലുള്ള ആപ്പുകൾ കിട്ടും. അങ്ങനെ ഏതെങ്കിലും ഒരു ആപ്പ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഫോട്ടോ എടുത്ത് വെച്ചാൽ മതി. ആ ആപ്പിൽ തന്നെ ഇങ്ങനെ കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ കാണും കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ തന്നെ, ക്രോമിൽ തന്നെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള വെബ്സൈറ്റുകളുണ്ട്. ലൈക്ക് നിങ്ങളുടെ റിക്വയർമെൻറ്റ് അടിച്ചു കൊടുത്താൽ മതി. ലൈക്ക് JPEG കൺവേർട്ടർ അല്ലെങ്കിൽ ഫോട്ടോ റീസൈസർ എന്നൊക്കെ അടിച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങൾ എടുക്കുന്ന ഇമേജ്, സിഗ്നേച്ചറിൻ്റെ ഇമേജ് റീസൈസ് ചെയ്യാനും അതിൻ്റെ ഫോർമാറ്റ് മാറ്റാനും ഒക്കെ പറ്റും. ഓക്കെ, ഫീ ക്യാൻ ബി പെയ്ഡ് ഓൺലി ത്രൂ ഓൺലൈൻ പേയ്മെൻറ്റ് മോഡ്സ്, നെയിംലി ഭീം UPI, നെറ്റ് ബാങ്കിങ് ഓർ ബൈ യൂസിങ് വിസ, മാസ്റ്റർ കാർഡ്, മെസ്ട്രോ, UPay എക്സെട്ര. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. നമ്മൾ നേരിട്ട് ചെല്ലാൻ വഴി അങ്ങനത്തെ പേയ്മെൻറ്റിൻ്റെ ഓപ്ഷൻസ് ഒന്നും ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി എക്സാമിന് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടില്ല അല്ലെങ്കിൽ നല്ലോണം പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ SSC CHSLൻ്റെ ലൈവ് പ്ലസ് റെക്കോർഡഡ് സെഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സുകൾ SSC CHSLന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞങ്ങളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കോഴ്സിന് അഡ്മിഷൻ എടുക്കാനായിട്ട് പറ്റും. അതുപോലെ കൂടുതൽ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അവർ പറഞ്ഞു തരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ 8075753676 എന്നുള്ള നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. 8075753676 എന്നുള്ള നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയാം. അത് മാത്രമല്ല എക്സാമിനെ പറ്റിയുള്ള എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിലും ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മളുടെ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്ന കാര്യത്തിലേക്ക് പോകുന്ന സമയത്ത് ഓക്കെ, സോ ഈ ഡീറ്റെയിൽസ് എല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ നിങ്ങൾക്ക് താഴെ ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടിയിട്ട് പറ്റും, ഫിൽ ഫോം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇതിലേക്ക് ക്ലിക്ക് ചെയ്യുക. ഈ ഫിൽ ഫോം കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനത്തെ ഒരു പേജിലേക്കായിരിക്കും റീഡയറക്റ്റ് ആവുക കേട്ടോ. നമ്മളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഏറ്റവും ആദ്യം ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നിങ്ങൾ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അവർ ചോദിക്കുന്നുണ്ടാവും. നിങ്ങളുടെ പേര്, അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര് തുടങ്ങിയ പേഴ്സണൽ ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ടാവും. അത് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് ഓട്ടോമാറ്റിക്കലി ഇവിടെ കിടക്കും. ഓക്കെ, അത് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് ഓട്ടോമാറ്റിക്കലി ഇവിടെ കിടക്കും. അപ്പോൾ ഇവിടെ കൊടുക്കേണ്ട എന്തൊക്കെ ഡീറ്റെയിൽസ് ആണെന്ന് ഞാൻ പറയാം. ഒന്ന്, കാൻഡിഡേറ്റിൻ്റെ നെയിം, നമ്മുടെ 10ാം ക്ലാസ്സിന് സർട്ടിഫിക്കറ്റിലുള്ള പേരെന്താണോ അത് അങ്ങനെ തന്നെ കൊടുക്കുക. അതിനുശേഷം സപ്പോസ് നമ്മൾ പേര് മാറ്റിയിട്ടുണ്ടെങ്കിൽ ന്യൂ അല്ലെങ്കിൽ ചേഞ്ച്ഡ് നെയിം കൊടുക്കാം. 10ാം ക്ലാസ്സിന് ശേഷം നമ്മൾ പേര് മാറ്റിയിട്ടുണ്ടെങ്കിൽ ന്യൂ അല്ലെങ്കിൽ ചേഞ്ച്ഡ് നെയിം കൊടുക്കാം. അല്ലാത്തവർ ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്തും 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റിൻ്റെ തന്നെ വേണം. ഇതെല്ലാം ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾ ഓർക്കുക, നിങ്ങളുടെ 10th സർട്ടിഫിക്കറ്റ് എടുത്ത് വെച്ചിട്ട് മാക്സിമം അതിലുള്ള ഡീറ്റെയിൽസ് അങ്ങനെ തന്നെ കൊടുക്കുക. നിങ്ങളുടെ പേര് മാത്രമല്ല അമ്മയുടെയും അച്ഛൻ്റെയും ഒക്കെ പേര്, സ്പെല്ലിങ്, ഇനിഷ്യൽ ഫ്രണ്ടിലാണോ ബാക്കിലാണോ തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും 10th സർട്ടിഫിക്കറ്റ് നോക്കിയിട്ട് അങ്ങനെ തന്നെ ചെയ്യുക. നിങ്ങൾ DVക്ക് പോകുമ്പോൾ പലപ്പോഴും, ഇപ്പോൾ എൻ്റെ പേര് ഐശ്വര്യ എന്നാണ്, ഐശ്വര്യ എന്ന് പറഞ്ഞിട്ടല്ല നോക്കുക. ഇപ്പോൾ 2 പേരാണെങ്കിൽ എൻ്റെ അപ്ലിക്കേഷൻ ഉണ്ടാവും, ഇപ്പുറത്ത് സർട്ടിഫിക്കറ്റ് ഞാൻ കൊണ്ടുപോയി അവർക്ക് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. അപ്പോൾ A I ഇങ്ങനെ ലൈക്ക് സ്പെല്ലിംഗ് ബൈ സ്പെല്ലിംഗ് ആയിരിക്കും മാച്ച് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും കറക്റ്റായിട്ട് ഡാറ്റ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷനുകൾ DVയുടെ സമയത്ത് നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഇതെല്ലാം ഫില്ല് ചെയ്യുന്ന സമയത്ത് സ്പെല്ലിങ്ങിൻ്റെ കാര്യത്തിൽ വളരെ കെയർഫുൾ ആയിരിക്കുക. ഡേറ്റ് ഓഫ് ബർത്തും 10ാം ക്ലാസ്സിലുള്ള സർട്ടിഫിക്കറ്റിൻ്റെ ഡേറ്റ് തന്നെ കൊടുക്കുക. ആ സമയത്ത് ഇവിടെ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഏജ് വന്നോളും. പിന്നെ ജെൻഡർ കൊടുക്കണം, കാറ്റഗറി കൊടുക്കണം. കാറ്റഗറി എന്ന് പറയുമ്പോൾ നിങ്ങൾ OBC ആണോ SC/ST അങ്ങനെ കാറ്റഗറി കൊടുക്കണം. പിന്നെ പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ആണോ അല്ലയോ എന്ന് കൊടുക്കുക. സപ്പോസ് ഡിസബിലിറ്റി ഉള്ള ആളാണെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ഡിസബിലിറ്റി ആണെന്ന് നിങ്ങൾ കൊടുക്കുക. ഡിസബിലിറ്റി ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇവിടെ നമ്മൾ ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട്
നമ്മൾ ഇത് തന്നെ സ്ക്രോൾ ചെയ്ത് താഴേക്ക് പോകും. ഇവിടെ ഏകദേശം ഒരു 18ഓളം ഡീറ്റെയിൽസ് ഉണ്ട്. 9 ഡീറ്റെയിൽസ് ആണ് ഞാൻ ഇവിടെ സ്ക്രീൻഷോട്ട് എടുത്ത് കൊടുത്തേക്കുന്നത്. നമ്മൾ സ്ക്രോൾ ചെയ്ത് വീണ്ടും താഴേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ബാക്കി ഡീറ്റെയിൽസിനുള്ള കാര്യങ്ങളോട് ഉണ്ടാവും. അവിടെ നാഷണാലിറ്റി ചോദിച്ചിട്ടുണ്ടാവും. നാഷണാലിറ്റി ഇന്ത്യൻ ആണെങ്കിൽ കുഴപ്പമില്ല, മറ്റ് നാഷണൽസ് ആണെങ്കിൽ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുക്കണം. പിന്നെ വിസിബിൾ മാർക്ക് ഓഫ് ഐഡന്റിഫിക്കേഷൻ കൊടുക്കണം. അത് നമ്മുടെ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റിൽ നമ്മുടെ മാർക്കുകളൊക്കെ ഉണ്ടാവും അല്ലേ, അതിലേതെങ്കിലും ഒരെണ്ണം കൊടുക്കുക. അത് കഴിഞ്ഞ് 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ എക്സാം എഴുതിയ എക്സാമിനേഷൻ ബോർഡ് ചോദിക്കും. കേരള സ്റ്റേറ്റ് എഡ്യൂക്കേഷണൽ ബോർഡ് ആണെങ്കിൽ അത് കൊടുക്കാം, അതല്ല CBSE ISE ഒക്കെ ആണെങ്കിൽ അത് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ 10th ക്ലാസ്സിൻ്റെ പാസിംഗ് ഇയർ, 10ാം ക്ലാസ് നിങ്ങൾ പാസ്സായ വർഷം, 10ാം ക്ലാസ്സിലെ റോൾ നമ്പർ, പെർമനൻ്റ് അഡ്രസ്സ്, നിങ്ങളുടെ സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്, പിൻകോഡ്, നിങ്ങളിപ്പോൾ അഡ്രസ്സ് മാറിയിട്ടുണ്ടെങ്കിൽ കറസ്പോണ്ടൻസ് അഡ്രസ്സ്, നിങ്ങളുടെ സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ് തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ കൊടുക്കണം. ഓക്കെ, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കൊടുക്കുക. അത് കൊടുത്തതിന് ശേഷം നിങ്ങൾ അടുത്ത ഒരു പേജിലേക്ക് വരും. അവിടെ നിങ്ങളുടെ പിൻകോഡ്, ഇമെയിൽ അഡ്രസ്സ്, മൊബൈൽ നമ്പറൊക്കെ കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടി വരിക. ഓക്കെ, ഇത് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ അടുത്ത് പോകുന്നത് എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന പേജിലേക്കാണ്. അപ്പോൾ എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസിൻ്റെ സമയത്ത് ആദ്യം നമ്മളോട് ചോദിക്കുക ഹയസ്റ്റ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് സപ്പോസ് പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ള ഒരാളാണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ, ഗ്രാജുവേഷൻ, 12th അങ്ങനെ പല ഓപ്ഷൻസ് വരും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ ഏതാണ് അത് കൊടുക്കാം. ഗ്രാജുവേഷൻ ആണെങ്കിൽ അത് കൊടുക്കാം, ഡിഗ്രി ആണെങ്കിൽ ഗ്രാജുവേഷൻ കൊടുക്കാം, PG ഉണ്ടെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ക്വാളിഫയിങ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആണ് ചോദിക്കുന്നത്. അതായത് ഈ CHSL എക്സാം എഴുതാൻ വേണ്ടിയിട്ടുള്ള ക്വാളിഫിക്കേഷൻ നിങ്ങൾക്കുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾക്കറിയാം, ഇവിടെ ക്വാളിഫയിങ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 12th ആണ്. അപ്പോൾ ഇവിടെ വരുന്ന ഓപ്ഷൻസിൽ നിങ്ങൾക്ക് 12th സ്റ്റാൻഡേർഡ് കാണും, അല്ലാന്നുണ്ടെങ്കിൽ ഡിസ്റ്റൻ്റ് ആയിട്ട് 12th കംപ്ലീറ്റ് ചെയ്തതാണെങ്കിൽ പല ഓപ്ഷൻസ് കാണും. അപ്പോൾ റെഗുലറായിട്ട് കംപ്ലീറ്റ് ചെയ്ത ഒരാളാണെങ്കിൽ 12th സ്റ്റാൻഡേർഡ് എന്നുള്ളത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് എഡ്യൂക്കേഷണൽ സ്റ്റാറ്റസ്, EQ സ്റ്റാറ്റസ് ചോദിക്കും. നിങ്ങൾ ഇപ്പോൾ എക്സാമിന് അപ്പിയർ ചെയ്തതേ ഉള്ളൂ, അതോ നേരത്തെ തന്നെ പാസ് ഔട്ടായ ആളാണെന്നാണ് ചോദിക്കുക. അത് നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കുക. എല്ലാത്തിനും ഓപ്ഷൻസ് നിങ്ങൾ ഈ ആരോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ 2-3 ഓപ്ഷൻസ് വെച്ച് വരും. അതിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ 12th പാസ്സായ ഇയർ ചോദിക്കും. നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്, അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റിൽ നിന്നാണ്, അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റിലുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് എക്സാം എഴുതിയത് എന്ന് ചോദിക്കാം. അപ്പോൾ നിങ്ങളിപ്പോൾ കേരളത്തിൽ പഠിച്ചവരാണെങ്കിൽ കേരളം എന്ന് കൊടുത്താൽ മതി, കേരള എന്ന് കൊടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞ് നെയിം ഓഫ് ബോർഡ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി. അപ്പോൾ കേരള സ്റ്റേറ്റ് ആണ്, കേരള സ്റ്റേറ്റ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ബോർഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ജസ്റ്റ് K എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ സ്ക്രോൾ ചെയ്യുന്നിടത്ത് വരും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ CBSE ഒക്കെ ആണെങ്കിൽ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ 12th റോൾ നമ്പർ കൊടുക്കുക, പെർസെൻറ്റേജ് കൊടുക്കുക, CGPA ആണെങ്കിൽ അത് കൊടുക്കുക കേട്ടോ. പെർസെൻറ്റേജോ CGPA ഏതെങ്കിലും ഒരെണ്ണം കൊടുത്താൽ മതി. ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം നിങ്ങൾ അടുത്ത പേജിലേക്ക് പോകും. അടുത്ത പേജിൽ നിങ്ങൾ വീണ്ടും സ്ക്രോൾ ഡൗൺ ചെയ്താൽ മതി. അല്ല, അടുത്ത പേജാണ് കേട്ടോ. ഇവിടെ ഇത്രയും കാര്യങ്ങൾ ചോദിക്കുന്നുള്ളൂ, CGPA വരെ കൊടുക്കുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇവിടെ നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും, സേവ് ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും. അപ്പോൾ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നമ്മൾ അഡീഷണൽ ഇൻഫർമേഷൻ 1 എന്ന് പറയുന്ന പേജിലേക്ക് എത്തും. ഈ അഡീഷണൽ ഇൻഫർമേഷൻ 1 എന്ന് പറയുന്ന പേജിൽ നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങൾ എക്സ് സർവീസ് മാൻ ആണോ എന്നുള്ളതാണ്. അപ്പോൾ അതിന് yes or no കൊടുക്കാം. എക്സ് സർവീസ് മാൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ആംഡ് ഫോഴ്സിലൊക്കെ വർക്ക് ചെയ്ത ഒരാളാണെങ്കിൽ yes കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് no കൊടുക്കാം. ഇനി ഏജ് റിലാക്സേഷൻ സീക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കാം. അത് നിങ്ങൾക്ക് എക്സാമിന് പറഞ്ഞിട്ടുള്ള ഏജിനേക്കാൾ കൂടുതൽ ഏജ് ഉണ്ടെങ്കിൽ, നിങ്ങൾ OBC ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 വർഷവും, SC ST ആണെങ്കിൽ 5 വർഷവും ഏജ് റിലാക്സേഷൻ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഏജ് റിലാക്സേഷൻ്റെ ആവശ്യമുണ്ടെങ്കിൽ yes എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ no എന്ന് കൊടുക്കാം. അപ്പോൾ ഏജ് റിലാക്സേഷൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ ഓർക്കുക, നിങ്ങൾക്ക് ഈ എക്സാമിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു സർട്ടിഫിക്കറ്റുകളുടെയും ആവശ്യമില്ല. അതായത് ഒരു സർട്ടിഫിക്കറ്റും നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷേ നിങ്ങൾ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷന് പോകുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ എല്ലാ സർട്ടിഫിക്കറ്റുകളും നിർബന്ധമായും ഉണ്ടായിരിക്കണം. അതും ഈ കാലയളവിൽ തന്നെ, എക്സാമിന് അപ്ലൈ ചെയ്യുന്ന കാലയളവിലുള്ള സർട്ടിഫിക്കറ്റ് തന്നെ ഉണ്ടായിരിക്കണം. നിങ്ങൾ എക്സാം ക്ലിയർ ചെയ്തതിന് ശേഷം ഞാൻ സർട്ടിഫിക്കറ്റുകൾ എടുത്ത് വെച്ചാൽ മതിയല്ലോ, അങ്ങനെ വിചാരിക്കരുത്. എക്സാമിൻ്റെ അപ്ലൈ ചെയ്യുന്ന ലാസ്റ്റ് ഡേറ്റിനൊക്കെ മുന്നേ ഉള്ളൊരു സർട്ടിഫിക്കറ്റ് തന്നെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുന്നതാണ് എപ്പോഴും സേഫ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ്റെ ക്രൂഷ്യൽ ഡേറ്റ് നോക്കി അതിന് മുന്നിലുള്ള ഒരു ഡേറ്റ് സെലക്ട് ചെയ്യാവുന്നതാണ്. എന്തായാലും ഓർക്കുക, ഈ എക്സാമിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് വാലിഡ് ആയിട്ടുള്ളൊരു സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾക്ക് അക്ഷയ വഴി പോയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. നിങ്ങൾ ഏത് SC ST ആണെങ്കിലും OBC ആണെങ്കിലും നിങ്ങൾക്ക് അക്ഷയ വഴി പോയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്ലൈ ചെയ്യുന്ന സമയത്ത് സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിനാണ്. തഹസിൽദാരുടെ
കയ്യിൽ നിന്നുള്ള വില്ലേജ് ഓഫീസറിൻ്റെ പോരാ, തഹസിൽദാറിൻ്റെ കയ്യിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് തന്നെ വേണമെന്ന് എടുത്ത് പറയുക. അങ്ങനെ പറഞ്ഞ് നിങ്ങളുടെ കയ്യിൽ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങി വെച്ചെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ഇരിക്കുന്നതായിരിക്കും സേഫ്. നേരത്തെ അപ്ലൈ ചെയ്താലും കുഴപ്പമില്ല, പക്ഷേ സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന കാര്യത്തിൽ ഉറപ്പെടുത്തി നിങ്ങളുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ഓക്കെ, അത് കഴിഞ്ഞ് ഏജ് റിലാക്സേഷൻ കോഡ് ചോദിക്കുന്നുണ്ട്. അതും ഇവിടുത്തെ ആരോയിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് SC ST OBC അങ്ങനെ പല ഓപ്ഷൻസ് വരുന്നുണ്ട്, അത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അത് കഴിഞ്ഞ് നമ്മളോട് ചോദിക്കുന്നത് ഡു യു വോണ്ട് ടു മേക്ക് യുവർ പേഴ്സണൽ ഇൻഫർമേഷൻ അവൈലബിൾ ഫോർ ആക്സസിങ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ടേംസ് ഓഫ് DOPTs OM നമ്പറൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ പറയുന്ന ജോലി ബാക്കിയുള്ള ഈ ഫേമസ് ആയിട്ടുള്ള കമ്പനീസ് ഗവൺമെൻറ് വെബ്സൈറ്റിലൊക്കെ നമ്മളുടെ ഡാറ്റ വിസിബിൾ ആക്കണോ വേണ്ടതെന്നാണ് ബേസിക്കലി ചോദിക്കുന്നത്. നിങ്ങൾക്ക് യെസോ നോയോ നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് കൊടുക്കാം, അതിലൊന്നും വലിയ കാര്യമില്ല. ബാക്കി മുകളിലുള്ള കാര്യങ്ങൾ വേണം നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കാം. അപ്പോൾ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ അഡീഷണൽ ഇൻഫർമേഷൻ 2 എന്ന് പറയുന്ന ഈ ഒരു പേജിലേക്കായിരിക്കും പോകുന്നത്. അപ്പോൾ ഈ പേജിൽ നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ എക്സാം സെൻറ്റേഴ്സിൻ്റെ പ്രിഫറൻസ് ലിസ്റ്റുകളാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഏതൊക്കെ സ്ഥലമാണോ വേണ്ടത് അവിടെ പ്രിഫറൻസ് കൊടുക്കാം. അപ്പോൾ കേരളത്തിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് KKR എന്ന് പറയുന്ന റീജിയനിലായിരിക്കും ഈ അടുത്തുള്ള സെൻറ്റേഴ്സ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് K എന്ന് ടൈപ്പ് ചെയ്ത് ഇവിടെ ഓരോ സ്ഥലത്തും ഇങ്ങനെ തൊടുന്ന സമയത്ത്, ഇവിടെ തൊടുന്ന സമയത്ത് താഴേക്ക് ഒരുപാട് സെൻറ്റേഴ്സിൻ്റെ വരും. നിങ്ങൾ ജസ്റ്റ് കീബോർഡിൽ K എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ തന്നെ KKR ട്രിവാൻഡ്രം, KKR ബാംഗ്ലൂർ, KKR കൊല്ലം, KKR കണ്ണൂർ, KKR തൃശ്ശൂർ എന്ന് പറഞ്ഞ് വരും. ഓൾമോസ്റ്റ് എല്ലാ ഡിസ്ട്രിക്റ്റിലും, കേരളത്തിൽ ഓൾമോസ്റ്റ് എല്ലാ ഡിസ്ട്രിക്റ്റിലും എക്സാം സെൻറ്റേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ മിക്കവാറും സെൻറ്റർ കിട്ടും. അപ്പോൾ നിങ്ങൾ ആ പ്രിഫറൻസ് അനുസരിച്ച് വെക്കുക. അപ്പോൾ ഞാനിവിടെ ആദ്യം ഞാൻ ട്രിവാൻഡ്രത്തു നിന്നാണ്, ട്രിവാൻഡ്രം കൊടുത്തു, പിന്നെ കൊല്ലം കൊടുത്തു, പിന്നെ കണ്ണൂർ കൊടുത്തു. അങ്ങനെ എൻ്റെ പ്രിഫറൻസ് അനുസരിച്ചുള്ള സ്ഥലങ്ങൾ വെച്ചു. 3 പ്രിഫറൻസ് നിങ്ങൾക്ക് വെക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നിങ്ങളോട് മീഡിയം ഓഫ് എക്സാമിനേഷൻ ഏത് വേണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കുറേ ലാംഗ്വേജുകളുണ്ട്, നമുക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് നമ്മളുടെ കൺവീനിയൻസ് അനുസരിച്ച് സെലക്ട് ചെയ്യുക. എപ്പോഴും ഇംഗ്ലീഷ് നിങ്ങൾ കംഫർട്ടബിൾ ആണെങ്കിൽ ഇംഗ്ലീഷിൽ എക്സാം എഴുതുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങളോട് അത് ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യാൻ പറയുന്നുണ്ട്, അതേ ലാംഗ്വേജ് തന്നെയാണോ എന്ന് വെരിഫൈ ചെയ്യാൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് CHSLൻ്റെ ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ട്. ടൈപ്പിംഗ് ടെസ്റ്റിന് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ആണോ ഹിന്ദി ആണോ വേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ അതും ഞാൻ എൻ്റെ കൺവീനിയൻസ് അനുസരിച്ച് ഇംഗ്ലീഷാണ് കൊടുത്തത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് ഇതെല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് സേവ് ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ വീണ്ടും പോകുന്ന സമയത്ത് ജസ്റ്റ് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുന്നതിന് മുന്നേ തന്നെ ഇവിടെ നിന്ന് നമ്മൾ സ്ക്രോൾ ചെയ്ത് താഴോട്ട് വരുന്ന സമയത്ത് അഡീഷണൽ ഇൻഫർമേഷൻ 2ൻ്റെ കുറച്ചും കൂടെ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഉള്ള ഒരാളാണോ എന്ന് ചോദിക്കുന്നുണ്ട്. നേരത്തെ എനിക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് പിന്നെ അവിടെ നമുക്ക് ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഡു യു ഹാവ് ഫിസിക്കൽ ലിമിറ്റേഷൻ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മളുടെ കാര്യങ്ങളനുസരിച്ച്, നമ്മുടെ പേഴ്സണൽ കാര്യമില്ല, നമുക്ക് അതനുസരിച്ച് ഫില്ല് ചെയ്യാം. സ്ക്രൈബിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ കാഴ്ച കുറവുള്ള ആൾ അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കൊക്കെ പരീക്ഷ എഴുതി കൊടുക്കാൻ ഒരു സഹായിയെ ഗവൺമെൻറ് അലോ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ അവരെയാണ് നമ്മൾ സ്ക്രൈബ് എന്ന് വിളിക്കുക. അപ്പോൾ സ്ക്രൈബിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ 12th സ്റ്റാൻഡേർഡ് സയൻസ് സ്ട്രീമിൽ മാത്സ് പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. സയൻസിൽ മാത്സ് പഠിച്ചവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് എസ് കൊടുക്കാം, അല്ല എന്നുണ്ടെങ്കിൽ നോ കൊടുക്കാം. അതിനുശേഷം നമ്മൾക്ക് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കാം കേട്ടോ. ഇവിടെ നിന്ന് ഈ അഡീഷണൽ ഇൻഫർമേഷൻ 2-ൽ നിന്ന് സ്ക്രോൾ ചെയ്ത് ഇവിടെ നിന്ന് താഴേക്കാണ് ഈ പറയുന്ന ഡാറ്റ എല്ലാം ഉള്ളത്. അത് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോഴാണ് നമ്മൾ വീണ്ടും ഈ പേജിലേക്ക് വരുന്നത്. ഇവിടെയാണ് നമ്മൾ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടത് കേട്ടോ. ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഫോട്ടോയും സിഗ്നേച്ചറും മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കിത് ലൈവായിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൊബൈൽ ഫോൺ എടുക്കുക, സ്കാനർ ഓൺ ആക്കിയിട്ട് ഈ QR കോഡ് അടിച്ചു സ്കാൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് മൈ SSC എന്ന് പറയുന്ന ആപ്പ് ഡയറക്റ്റായിട്ട് തുറക്കാൻ പറ്റും. അല്ലെങ്കിൽ ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് മൈ SSC ആപ്പ് എന്ന് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ഈ ആപ്പിലേക്ക്, ഒരു ബ്രൗൺ കളർ ലോഗോ ഉള്ള ഒരു ആപ്പാണ്, ഈ ആപ്പിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ആപ്പിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഡാഷ്ബോർഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആദ്യം നമ്മൾ ലോഗിൻ ചെയ്യണം കേട്ടോ. ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ ആദ്യത്തെ രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടല്ലോ, ഈ രജിസ്ട്രേഷൻ നമ്പർ അടിച്ചു കൊടുത്ത് നമ്മൾ ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഏറ്റവും താഴെയായിട്ട് ഡാഷ്ബോർഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും. ആ ഡാഷ്ബോർഡ് എടുക്കുക. ആ ഡാഷ്ബോർഡിൽ മൈ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ നമുക്കുള്ള എക്സാംസ് എല്ലാം കാണും. അതിനകത്ത് നമുക്ക് ആവശ്യമുള്ള എക്സാം എടുക്കാം.
എക്സാം എടുക്കുന്ന സമയത്ത് അവർ ആധാർ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് ചോദിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ താഴെ തന്നെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും, മറ്റൊരു ആപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട്, ഒന്നുമില്ല ഞാൻ പറയാം ഒന്നും കൂടെ, നിങ്ങൾ MySSC ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് രജിസ്റ്റർ അല്ലെങ്കിൽ ലോഗിൻ ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യണം, അതിൻ്റെ താഴെ ഗോ ടു ഡാഷ്ബോർഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തിട്ട് അതിന് മൈ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഓൾറെഡി അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന CHLSന്റെ ആപ്ലിക്കേഷൻ അവിടെ വരും. അപ്പോൾ അതിൽ നിന്നിട്ട് നിങ്ങൾക്ക് കണ്ടിന്യൂ കൊടുക്കാം. കണ്ടിന്യൂ കൊടുത്ത് നിങ്ങൾ ഓൾറെഡി സേവ് ചെയ്ത ഡാറ്റ എല്ലാം അതിൽ കാണും. നമ്മളിപ്പോൾ കണ്ട എല്ലാ പേജും അതിൽ കാണും. കണ്ടിന്യൂ കൊടുത്ത് പൊക്കോണ്ടേ ഇരിക്കുക. ആ സമയത്ത് ആധാർ വെരിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. ആ സമയത്ത് അവരെന്ത് ചെയ്യും, താഴെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും കേട്ടോ. നിങ്ങളുടെ ഫോണിൽ മൈ ആധാർ എന്ന് പറയുന്ന ആപ്പ് ഉണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് അത് ഓപ്പൺ ചെയ്യാം. ഇല്ലെങ്കിൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് അവർ പറയുന്ന ആപ്പ് നിങ്ങൾ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ വെളിച്ചമുള്ളൊരു സ്ഥലത്ത് പോയി നിന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ക്യാമറ ഓണായി വരും. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ഫോൺ വെച്ചിട്ട് നേരെ നോക്കി ഒരു ഫോട്ടോ എടുക്കാം. മുടിയൊക്കെ കെട്ടി വെച്ചിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. നേരെ നോക്കി ഒരു ഫോട്ടോ എടുക്കുക. കണ്ണ് ബ്ലിങ്ക് ചെയ്യാൻ പറയും ആ സമയത്ത്. അപ്പോൾ കണ്ണിങ്ങനെ അടച്ചിട്ട് വേണം ആ ഫോട്ടോ എടുക്കാൻ. അത് എടുത്ത് കഴിയുമ്പോൾ ഡയറക്റ്റായിട്ട് വീണ്ടും നമ്മളോട്, അത് ആധാറിൻ്റെ വെരിഫിക്കേഷന് വേണ്ടിയുള്ള ഫോട്ടോ ആണ്, വീണ്ടും നമ്മൾ ഒരു ഫോട്ടോയും കൂടെ എടുക്കേണ്ടി വരും കേട്ടോ. അതെപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ചെയ്തത്. ഇത് കഴിഞ്ഞ് സ്ക്രോൾ ചെയ്യുമ്പോൾ താഴേക്ക് നിങ്ങൾക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ള ക്യാപ്ചർ ലൈവ് ഫോട്ടോ എന്ന് പറയുന്ന ഓപ്ഷൻ കാണും. അപ്പോൾ ഈ ഫോട്ടോയിലാണ് നമ്മൾ ക്യാപ്ചർ ലൈവ് ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട്, നിങ്ങളുടെ ഫോണിൽ തന്നെ ഇത് കിട്ടും, ക്യാപ്ചർ ലൈവ് ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് അഗെയിൻ നമ്മൾ ഫ്രണ്ടിലേക്ക് നിന്നിട്ട് ഒരു ഫോട്ടോ എടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ആ ഫോട്ടോയ്ക്ക് എന്തെങ്കിലും വെളിച്ചക്കുറവൊക്കെ ഉണ്ടെങ്കിൽ അവർ തന്നെ പറയും കുറച്ച് വെളിച്ചമുള്ള സ്ഥലത്തോട് നിൽക്കണം, അല്ലെങ്കിൽ ലൈറ്റ് കൂടുതലാണെങ്കിൽ കുറച്ചും കൂടെ വെളിച്ചം കുറഞ്ഞ സ്ഥലത്തോട് നിൽക്കണം എന്നൊക്കെ അവർ തന്നെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ പറയും. കുറച്ച് നല്ലൊരു ഫോണൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ മിക്കവരുടെ കയ്യിലും കാണുമല്ലോ, അങ്ങനെയാണെങ്കിൽ അതിൽ തന്നെ ചെയ്താൽ മതി. ഇല്ല നിങ്ങളുടെ ക്യാമറ ക്വാളിറ്റി ഒക്കെ ഭയങ്കര മോശമാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വെബ് ക്യാം ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു അക്ഷയ കേന്ദ്രത്തിൽ പോയിട്ടൊക്കെ നിങ്ങളുടെ ഫോട്ടോ ഇങ്ങനെ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ഫോട്ടോയുടെ ഇൻസ്ട്രക്ഷൻസ് പറയുന്നുണ്ട്. ഫൈൻഡ് എ പ്ലേസ് വിത്ത് ഗുഡ് ലൈറ്റ് ആൻഡ് പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട്. ഒരു പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ടും നല്ല ലൈറ്റും ഉള്ള ഒരു സ്ഥലം, പറ്റുമെങ്കിൽ ഒരു വെള്ള ചുമരൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് പോയി നിൽക്കുക. എൻഷുർ ദ ക്യാമറ ഈസ് അറ്റ് യുവർ ഐ ലെവൽ ബിഫോർ ക്യാപ്ചറിങ് ദ ഫോട്ടോ. നമ്മൾ സെൽഫി എടുക്കുന്നത് പോലെ ഇങ്ങനെ നിന്നിട്ടൊന്നും ഫോട്ടോ എടുക്കരുത്. ക്യാമറ കണ്ണിന് നേരെ തന്നെ ഇങ്ങനെ തന്നെ പിടിക്കുന്നുണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. പൊസിഷൻ യു ഡയറക്ട്ലി ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ ആൻഡ് ലുക്ക് സ്ട്രേറ്റ്. നേരെ നോക്കി നിൽക്കുക ക്യാമറയുടെ ഫ്രണ്ടിൽ. എൻഷുർ ദാറ്റ് യുവർ ഫേസ് ഇസ് ഫുള്ളി ഇൻസൈഡ് എ റെക്ടാങ്കുലർ ഏരിയ delineated by the camera and that it is neither too close or no too far. It should cover a full area and no part of your face should be outside the rectangle. അപ്പോൾ ഇത് ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഒരു റെക്റ്റാങ്കിൾ വരും. ആ റെക്റ്റാങ്കിളിൻ്റെ അകത്ത് നമ്മളുടെ ഫുള്ള് ഫേസും ചെവിയും, രണ്ട് ചെവിയും ഒക്കെ കാണുന്നത് പോലെ വേണം നിൽക്കാൻ. ഒരു ഷോൾഡർ ലെവലിൽ വരുന്ന പോലെ ഈ ഒരു ഡിസ്റ്റൻസിൽ വെക്കുക കേട്ടോ. ഒരുപാട് ദൂരെയോ ഒരുപാട് അടുത്തോ വെക്കരുത്. നിങ്ങൾ ഫേസിന് നേരെ തന്നെ വെക്കുക. Candidate shouldn't wear cap, mask, glass or spectacles while capturing the photo. ഫോട്ടോ എടുക്കുന്ന സമയത്ത് ക്യാപ്പ് ഉപയോഗിക്കാൻ പാടില്ല, മാസ്ക് വെക്കാൻ പാടില്ല, കണ്ണടകൾ വെക്കാൻ വേണ്ടിയിട്ട് പാടില്ല കേട്ടോ. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉറപ്പ് വരുത്തണം. സ്കാർഫ് അങ്ങനത്തെ കാര്യങ്ങൾ മാക്സിമം ഒന്നും ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഹെയറും ചെവിയും ഒക്കെ കണ്ടിട്ടുള്ള ഫോട്ടോസാണ് ഏറ്റവും സേഫ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട്. In no case should the candidate capture a photograph of his or her pre-existing photograph. Such applications where the photograph of his or her pre-existing photograph is captured will be rejected. നമ്മൾ പണ്ടെടുത്തൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഈ ക്യാമറയുടെ ഫ്രണ്ടിൽ വെച്ചിട്ട് ഫോട്ടോ എടുക്കാൻ നോക്കരുത്. അങ്ങനെ എടുക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് റിജക്റ്റ് ആകുമെന്നാണ് പറയുന്നത്. അടുത്ത, ഡു നോട്ട് വെയർ ഇയർഫോൺസ് ഓർ എനി അതർ ഡിവൈസ് വൈൽ ക്യാപ്ചറിങ് ദ ഫോട്ടോ. നമ്മുടെ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റുകളൊന്നും വെച്ചിട്ട് ഫോട്ടോ എടുക്കാൻ പാടില്ല. ഇയേഴ്സ് ഒക്കെ ക്ലിയർലി വിസിബിൾ ആയിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ഇൻസ്ട്രക്ഷൻസ് ആണ്. ഇനി ക്യാപ്ചർ ഫോട്ടോ എന്നുള്ള ഓപ്ഷനിൽ നിങ്ങൾക്ക് കൊടുക്കാം. നിങ്ങൾ ഫോണിലാണ് എടുക്കുന്നതെങ്കിൽ ജസ്റ്റ് ഫ്രണ്ടിലേക്ക് വെച്ചിട്ട് ഇപ്പോൾ പറഞ്ഞ ക്രൈറ്റീരിയ നോക്കി മുഖം നേരെയാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് നിങ്ങൾക്ക് ക്യാപ്ചർ കൊടുക്കാം. അത് അപ്ലോഡ് ആയിക്കോളും. അതിനുശേഷം അപ്ലോഡ് സിഗ്നേച്ചർ എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. നിങ്ങൾ നേരത്തെ എടുത്തു വെച്ച സിഗ്നേച്ചറാണ് ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ സിഗ്നേച്ചറിൻ്റെ കാര്യം പറയുന്നത് ഇതൊക്കെയാണ്. 10 മുതൽ 20 KB വരെ സൈസുള്ള JPEG അല്ലെങ്കിൽ JPG ഫോർമാറ്റിലുള്ള സിഗ്നേച്ചറാണ് അവർ അലൗ ചെയ്യുക. ഇമേജ് ഡയമെൻഷൻ എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്റർ വിഡ്ത്തും 2 സെൻറ്റിമീറ്റർ ഹൈറ്റും ആണ്. റെസൊല്യൂഷൻ 300 dpi ആണ് പറയുന്നത്. ആപ്ലിക്കേഷൻ
വിത്ത് ബ്ലർ ഓർ മിനിയേച്ചർ സിഗ്നേച്ചർ വിൽ ബി റിജക്റ്റഡ്. വളരെ കുഞ്ഞായിട്ട് സിഗ്നേച്ചർ ഇടുകയോ ക്ലിയർ അല്ലാതെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവും. സിഗ്നേച്ചർ ഷുഡ് ബി ഹൊറിസോണ്ടലി അലൈൻഡ്, അതായത് ഇതിന് നേരെ വേണം നിങ്ങൾ സിഗ്നേച്ചർ ഇടാൻ. ഇത്രയും കാര്യങ്ങളാണ് ഫോട്ടോയുടെയും സിഗ്നേച്ചറിൻ്റെയും കാര്യത്തിൽ പറയുന്നത്. അപ്ലോഡ് സിഗ്നേച്ചർ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ നേരത്തെ സ്കാൻ ചെയ്ത് നിങ്ങളുടെ ഫോണിൽ വെച്ചിട്ടുള്ള സിഗ്നേച്ചർ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിനകത്തേക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇത് രണ്ടും വളരെ ഈസി ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. നിങ്ങൾ മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് ചെയ്താൽ മതി, അതായിരിക്കും കുറച്ചും കൂടെ കൺവീനിയൻറ്റും വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്നതും. അതിനുശേഷം നിങ്ങൾക്ക് സേവ് ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കാം കേട്ടോ. ഇവിടെയുള്ള സേവ് ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കാം. അപ്പോൾ ഈ സേവ് ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മളിതാ കാൻഡിഡേറ്റ് പ്രിവ്യൂ ഫോം എന്ന് പറയുന്ന ഒരു ഫോമിലേക്ക് എത്തും. തൊട്ടടുത്ത സ്റ്റേജാണ്. ഇവിടെ നമ്മൾ ഇതുവരെ കൊടുത്ത എല്ലാ ഡീറ്റെയിൽസും കാണും. ഇതിങ്ങനെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് നമുക്ക് പോകാൻ പറ്റും. നമ്മൾ ഇതുവരെ കൊടുത്ത എല്ലാ ഡീറ്റെയിൽസും, നമ്മുടെ പേര് മുതൽ ഫോട്ടോയും സിഗ്നേച്ചറും അടക്കം എല്ലാ ഡീറ്റെയിൽസും കാണും. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതെല്ലാം നോക്കിയിട്ട് വെരിഫൈ ചെയ്യാം കേട്ടോ. എല്ലാം കറക്റ്റ് ആണോ എന്ന് വെരിഫൈ ചെയ്യാം. വെരിഫൈ ചെയ്തതിന് ശേഷം നിങ്ങൾ അടുത്ത പേജിലേക്ക് പോകുക. സേവ് ആൻഡ് നെക്സ്റ്റ് താഴെ ഓപ്ഷൻ കാണും കേട്ടോ. അത് കൊടുക്കുമ്പോൾ നമുക്ക് അടുത്ത പേജിലേക്ക് പോകും. ഇത് ഡിക്ലറേഷൻ ആണ്. അപ്പോൾ ഇവിടെ പറയുന്നത് ഐ ഹാവ് റെഡ് ദ നോട്ടീസ് ഓഫ് എക്സാമിനേഷൻ ആൻഡ് അക്സെപ്റ്റ് ഓൾ ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ്. അത് കഴിഞ്ഞിട്ട് ഐ ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ് ഓൾ ദ സ്റ്റേറ്റ്മെൻറ്റ്സ് മെയ്ഡ് ഇൻ ദി ആപ്ലിക്കേഷൻ ആർ ട്രൂ, കംപ്ലീറ്റ് ആൻഡ് കറക്റ്റ് ടു മൈ knowledge and belief. I understand that in this event of any information being found suppressed, false or incorrect at any stage or ineligibility being detected before or after the examination, my candidature appointment is liable to be cancelled. I am willing to serve anywhere in India. അപ്പോൾ ഇവിടെ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം ഞാൻ എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസിനും ലൈക്ക് ഓക്കെ ആണ്. രണ്ടാമത്തെ കാര്യം ഞാൻ എൻ്റെ എല്ലാ ഡാറ്റയും വളരെ കറക്റ്റായിട്ടാണ് ഫില്ല് ചെയ്തിട്ടുള്ളത്. ജോലി കിട്ടിയതിന് ശേഷമോ ജോലി കിട്ടുന്ന സമയത്തോ ഞാൻ എന്തെങ്കിലും റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുത്തിട്ടുണ്ടെന്ന് ക്ലിയർ ആവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ജോലിയിൽ നിന്ന് തന്നെ പിരിച്ചുവിടാനുള്ള അധികാരം നിങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിൽ എവിടെയും വർക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ വില്ലിംഗ് ആണ്. ഓക്കെ, അടുത്ത് പറയുന്നു ഐ എഗ്രി ടു ഓതറൈസ് SST യൂസ് മൈ ആധാർ കാർഡ് ഡാറ്റ ഫോർ വെരിഫിക്കേഷൻ പർപ്പസ്. അപ്പോൾ വെരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടി നമ്മളുടെ ആധാർ ഡാറ്റ ഉപയോഗിക്കാനുള്ള റൈറ്റും കൂടെ നമ്മൾ SSCക്ക് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഐ എഗ്രി എന്നുള്ള കോളം ഉണ്ട്, അത് ജസ്റ്റ് ടിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു ക്യാപ്ച ഉണ്ടാവും. ഇവിടെ ഒരു ക്യാപ്ച തന്നിട്ടുണ്ടായിരിക്കും. അത് നിങ്ങൾ ഇപ്പോഴത്തേക്ക് ടൈപ്പ് ചെയ്യുക കേട്ടോ. ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ പേജും സേവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ സേവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പേയ്മെൻറ്റിനുള്ള ഓപ്ഷനാണ് വരിക. പെൺകുട്ടികൾക്ക് പേയ്മെൻറ്റ് ഇല്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഇവിടത്തോടെ കഴിഞ്ഞു. ഇല്ല, ബാക്കി നമുക്ക് പേയ്മെൻറ്റ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ പേയ്മെൻറ്റ് കൊടുത്തിട്ട് നിങ്ങൾക്ക് പേ ചെയ്യാം. സ്ത്രീകൾക്ക് SSC എക്സാംസിന് പേയ്മെൻറ്റ് ഇല്ല, ആപ്ലിക്കേഷൻ ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെക്കുക. ഇങ്ങനെയാണ് SSC CHSLൻ്റെ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക, നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് കോൺടാക്ട് ചെയ്തിട്ട് ചോദിക്കാം. നമ്മൾ ആ ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. സോ താങ്ക് യു സോ മച്ച്. എല്ലാവരും തന്നെ എക്സാംസിന് വേണ്ടിയിട്ട് നല്ലോണം പ്രിപ്പയർ ചെയ്യുക. എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. ലാസ്റ്റ് ഡേറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കരുത് കേട്ടോ. ലാസ്റ്റ് ഡേറ്റിന് വെയിറ്റ് ചെയ്തിരുന്നാൽ നമ്മുടെ ഇത്ര സ്മൂത്തായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ രജിസ്റ്റർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. വെബ്സൈറ്റ് പലപ്പോഴും ഡൗൺ ആവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഉറപ്പായിട്ടും എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ എക്സാമിന് അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള സർട്ടിഫിക്കറ്റും ഡീറ്റെയിൽസും ഒക്കെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ കളക്ട് ചെയ്തിട്ട് വയ്ക്കുക. സോ താങ്ക് യു സോ മച്ച്. ഹാപ്പി ലേണിംഗ്. ബൈ.